വെള്ളക്കടല വെച്ചിട്ട് നല്ലൊരു കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ പൊറോട്ടൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണ് ഇത്. അപ്പോൾ ഈ ഒരു കറി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർക്കുന്നുണ്ട്. അതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളക്കടല തന്നെ പലതരത്തിൽ നമ്മൾ കറി വെക്കാറുണ്ട് അല്ലേ, പക്ഷേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന കറിയായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളക്കടല ഒരു 1/2 കപ്പ് തലേന്ന് രാത്രി കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും മതിയേ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കടല വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കടലേൻ്റെ മേലെ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഉപ്പൊക്കെ ഇതിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്ന പൊടി എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി മാത്രമാണ്. ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ നമ്മൾ പിന്നെ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നമുക്കിത് വേവിക്കാം. ഇതൊരു 5 വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് സിമ്മിലും വേവിച്ചെടുക്കുന്നുണ്ട്. കടല നല്ലപോലെ തന്നെ കുക്കായി കിട്ടണം, എന്നാൽ മാത്രമേ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്കൊരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു വലിയ സവാള ഒരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർക്കുന്നത്. ഇതുപോലെ ചോപ്പ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം സവാള അങ്ങനെ പൊടിയായി കിടക്കുമ്പോൾ തന്നെ നല്ല പോലെ ഇത് വെന്ത് കിട്ടും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്യുമ്പോൾ നല്ല പൊടിയായി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചോപ്പ് ചെയ്ത് ചേർക്കുന്നത്. അതാണ് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കടല വേവുമ്പം ചേർത്തതാണ്, എന്നാലും കുറച്ചും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. സവാള നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ പിന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഈ പൊടിൻ്റെ എല്ലാം പച്ചമണം മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി അരച്ച പേസ്റ്റാണ്. തക്കാളി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു കൊഴുപ്പും നല്ല ടേസ്റ്റും കിട്ടും. അതുപോലെ ഇതിലങ്ങനെ കഷ്ണങ്ങൾ അങ്ങനെ കാണാൻ കിടക്കില്ല കേട്ടോ. സവാള നമ്മൾ ചോപ്പ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ കഷ്ണങ്ങളൊന്നും അങ്ങനെ കാണാൻ കിടക്കില്ല. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തക്കാളി അരച്ചുകൊണ്ടുവന്ന മിക്സിയിൽ കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തക്കാളീൻ്റെതൊക്കെ പച്ചമണമൊന്ന് നല്ലപോലെ മാറി വരണം. അതിനുവേണ്ടി നമ്മൾ മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. പൊടീൻ്റെയും അതുപോലെ തന്നെ ഒരു തക്കാളീൻ്റെ ഒക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു പച്ച ചൊവയുണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ചുകൊണ്ടുവന്ന കടല ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വേവിച്ച് വെച്ചാൽ വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമ്മളെ ആ ഒരു കടലയിൽ ഈ മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടും. അപ്പോൾ നല്ലപോലെ തിള വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാലയോ ഏത് മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അത് ഏകദേശം 1 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ അളവിൽ ചേർക്കുന്നുണ്ട്. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ കറി ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഒന്ന് കയ്യിലിട്ട് തിരുമ്മിയിട്ട് ചേർക്കാം. കസൂരി മേത്തിയും ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഉപ്പ് കുറവുണ്ട് ഇതിലേക്ക്, അതുകൊണ്ട് അങ്ങ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നത് നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5-10 നമ്മൾ അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്തത് നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുന്നതാണ്. നമ്മളിതിൽ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ചേർക്കുന്നതാണ് കറിക്ക് പ്രത്യേക ഒരു രുചി കൊടുക്കുന്നത്. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ലാസ്റ്റ് ഒരു 3-4 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ടിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു പച്ചമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ ഈ കറിയിൽ നല്ലപോലെ ഇറങ്ങിയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ പച്ചമുളക് ലാസ്റ്റ് ഏതൊരു കറിയിൽ ഇങ്ങനെ കീറിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് ബട്ടറും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബട്ടറും പിന്നെ കുറച്ച് പച്ചമുളകും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നല്ല കോമ്പിനേഷനാണ് പൂരീൻ്റെയും ചപ്പാത്തീൻ്റെയും എന്തിൻ്റെ കൂടെ കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തയ്യാറാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കറി തയ്യാറാക്കി നോക്കുക. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയണേ.